കേരളം വിട്ടു പോകാൻ തോന്നുന്നില്ല. അങ്ങനെ ഗോവിന്ദചാമി തറവാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തി. ഏറെക്കുറെ ഇതിന് സമാനമായിരിക്കുന്ന സംഭവമാണ് ഇന്നത്തെ രാവിലെ കേരളത്തിലെ വിയ്യൂർ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. സമാനമായിരിക്കുന്ന മറ്റൊരു സംഭവം, ജയിൽ ചാട്ടം അല്ലെങ്കിൽ മറ്റൊരു സംഭവം ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായിരുന്നു. അത് ബ്രിട്ടന്റെ F-35 യുദ്ധവിമാനം തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുന്നു. തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മൾ തന്നെ കൊടുത്ത പരസ്യം ഇങ്ങനെയാണ്: കേരളം വിട്ടു പോകാൻ വേണ്ടി താല്പര്യമില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എന്ന തരത്തിലാണ്. അത് ഏറെക്കുറെ ശരിയായിരുന്നു. ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടനിൽ ആളെത്തി. പിന്നീട് അതിൻ്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷമാണ് പതുക്കെ ഉയർന്നു പൊന്തിയത്. ഗോവിന്ദചാമി ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. കേരളം വിട്ടു പോകുന്നില്ല, പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ തിരിച്ച് ഇപ്പോൾ ജയിലിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ രാവിലെ ഏകദേശം 7 മണിക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാൾ ജയിൽ ചാടുന്നത്. ജയിൽ ചാടി മണിക്കൂറുകൾക്കകം പിടിക്കപ്പെട്ടു. 3-4 മണിക്കൂറിൻ്റെ ഇടയിൽ തന്നെ അതിന് തൊട്ടടുത്ത ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഭാഗത്ത് ഇദ്ദേഹം കണ്ടു എന്നുള്ള വിവരം ലഭിച്ചു. പോലീസ് വളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കിണറിലായിരുന്ന ഗോവിന്ദചാമിയെ കയ്യോടെ പിടികൂടി. പിന്നെ നിയമപരമായ രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തി. സംഭവം നടന്നത് ഇങ്ങനെയാണ്. അതിനെ പറ്റിയിട്ട് പറയുന്നത്, ജയിൽ ചാടാൻ വേണ്ടിയിട്ട് കുറെ മുൻപേ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന രീതിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കമ്പിയിൽ ഉപ്പ് തേച്ച് കൊണ്ട് തുരുമ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തുരുമ്പെടുത്ത കമ്പി ബ്ലേഡ് കൊണ്ട് മുറിച്ചാണ് പുറത്ത് കടന്നത്. ശീല കെട്ടിയിട്ട് ജോയിൻ ചെയ്ത് മതിലിൻ്റെ അപ്പുറത്തേക്ക് ശീല എറിഞ്ഞ് അങ്ങനെ അതിൽ കയറിയിട്ട് ജയിൽ ചാടി. പിന്നീട് ഇന്നത്തെ രാവിലെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 8 മണിയോടെ ആയതോട് കൂടിയിട്ടാണ് പോലീസിന് വിവരം ലഭിച്ചത് എന്ന് പറയുന്നു. ഈ സംഭവം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വരാനേ ഉള്ളൂ. ഏതായാലും ജയിൽ ചാടിയതിന് ശേഷം പിന്നെ എങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നാമത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു കൈപ്പത്തില്ലാത്ത കക്ഷിയാണ്. പിന്നെ ഉടുത്തത് കറുത്ത പാൻ്റാണ്. അപ്പോൾ പുറമേയുള്ള ആളുകൾ സഹായിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അല്ലെങ്കിൽ ജയിൽ ചാടിക്കാൻ അപ്പം തന്നെ വണ്ടി വരും, വണ്ടി കയറി രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. ഇതങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഇത് സ്വന്തമായ ഇഷ്ടപ്രകാരം ചാടി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എന്നേ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി പുറത്തോട്ട് ഓടിയതിന് ശേഷം കാട്ടിൽ ഒളിക്കുന്നു, അതിന് ശേഷം കടലിലേക്ക് ഇറങ്ങുന്നു, കടലിൽ വെച്ച് പിടിക്കപ്പെടുന്നു. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. വലിയ സംവിധാന കാര്യങ്ങളൊക്കെ കേരള പോലീസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അത് സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാത്ത രീതിയിൽ അത് ചർച്ച ചെയ്തു. ഇത്തരം ഒരാളെ കണ്ടെത്തിയാൽ പെട്ടെന്ന് വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കണ്ണൂരാകുന്ന സമയത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്, കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടത്, പിന്നെ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ വിഷയത്തിൽ നമ്മൾ പറയുന്ന കാര്യം, 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അവിടെയാണ് നമ്മുടെ നിയമത്തിൻ്റെ തെറ്റായിരിക്കുന്ന കീഴ്വഴക്കങ്ങളൊക്കെ വരുന്നത്. 4 ഉദ്യോഗസ്ഥരെ ഈ വിഷയമായിട്ട് സസ്പെൻഡ് ചെയ്തു. എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? ഇദ്ദേഹത്തിന് ജയിലിൽ ചാടാൻ വേണ്ടി സഹായിച്ചു എന്നല്ല, ഈ പരിശോധനയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു സസ്പെൻഷൻ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. 2 രീതിയിലാണെങ്കിൽ യഥാർത്ഥത്തിൽ അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ സിസ്റ്റത്തിനാണ് മാറ്റം വരുത്തേണ്ടത്. ആ സിസ്റ്റം മാറാത്തത് കൊണ്ടാണ് പ്രതികൾ ജയിലിൽ ചാടാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ആദ്യത്തെ ജയിൽ ചാട്ടം ഒന്നല്ലല്ലോ. ഇതിന് മുമ്പ് പല ജയിൽ ചാട്ടം നടന്നിട്ടുണ്ട്. എന്താ നമ്മുടെ സിസ്റ്റത്തിന്റെ രീതി എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൾഫ് രാജ്യത്ത് ഏതെങ്കിലും പ്രതികൾ ജയിൽ ചാടിയതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഈ കാലത്തിനിടെ പുറത്തു വന്നിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് ജയിൽ ചാട്ടം റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിലും കേരള കാലാവസ്ഥയിലും ഒക്കെ പല ഘട്ടങ്ങളിലും ജയിൽ ചാട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിദേശ രാജ്യത്തെ വലിയ രീതിയിൽ അനുകരിക്കുന്നവരാണ് നമ്മുടെ കേരളക്കാർ. അത് വിദ്യാഭ്യാസ രംഗത്ത്, റോഡ് വികസന രംഗത്ത്, ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, അങ്ങനെ സർവ്വമേഖല, ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ അവിടെ നടക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെയും പരിവർത്തനം ഉണ്ടാക്കുന്ന രീതി നമ്മൾ തുടരുന്നതാണ്. റബ്ബറൈസ്ഡ് റോഡ് പോലും യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യത്തിൻ്റെതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മിക്ക സിംഹഭാഗവും ഇപ്പോൾ അവിടെ നിന്നുള്ള കോപ്പിയടിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ ജയിൽ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം നമ്മൾ അനുകരിക്കുന്നില്ല, അതിലേക്കും എത്തണം. സൗദി അറേബ്യയിൽ ജയിലിൽ ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ ക്രിമിനൽ കേസൊന്നുമല്ല. വിഷയം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ശമ്പളം വെട്ടിക്കുറച്ചുമായിട്ട് ബന്ധപ്പെട്ട് ശമ്പള വർധന വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ നിന്ന് മാറി നിന്നു, ജോലി ചെയ്യാതിരുന്നു.
അതായിരുന്നു വിഷയം. അങ്ങനെ ജയിൽ അടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലിൽ കൊണ്ടുപോയിട്ട് ജയിലിൽ കയറ്റുന്ന സമയത്ത് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം അവിടുത്തെ സൂപ്പർവൈസർ, അവിടുത്തെ ജയിൽ സൂപ്രണ്ട് ഇരുത്തിക്കൊണ്ട് അന്വേഷിക്കും. സലാമൊക്കെ പറഞ്ഞിട്ട് കസേരയിൽ ഇരുത്തിക്കൊണ്ട് എന്താ നിങ്ങളുടെ വിഷയ കാര്യങ്ങൾ ചോദിക്കും. ഇവർ പറഞ്ഞ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു വിശ്വാസ്യത ഉണ്ടാക്കണം. അതിനുശേഷം ശമ്പള സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയുണ്ടോ തരാനുണ്ടോ ആ കാര്യമൊക്കെ ഒരു തീരുമാനമായതിനു ശേഷം നമ്മൾ സെല്ലിൻ്റെ അകത്തേക്ക് കയറ്റുന്നു. ആ സെല്ലിൻ്റെ അകത്തുനിന്ന് മറ്റൊരു സെല്ലിൻ്റെ അകത്തേക്ക് കയറ്റുന്നു, പിന്നെ മൂന്നാമത്തെ സെല്ലിൻ്റെ അകത്തേക്ക് കയറ്റുന്നു. അവിടെ അപ്പം നമ്മുടെ താമസം ഉണ്ടാവുക. അപ്പോൾ ഒരാൾ നമ്മുടെ ഇതെന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ള ഒരു കേസാണ്. ഇപ്പോൾ ഗോവിന്ദചാമി എന്ന് പറഞ്ഞ ക്രിമിനൽ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ബലാത്കാരം, വധശിക്ഷ, ട്രെയിന് ഉന്തി തള്ളിട്ടത്, അങ്ങനത്തെ കുറേ കേസിൻ്റെ ഒരു വലിയ പ്രതിസ്ഥാനത്തുള്ള കക്ഷിയാകുന്ന സമയത്ത് വളരെ ലളിതമായ രീതിയിൽ ഇദ്ദേഹത്തിന് ജയിലിൽ ചാടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ബ്ലേഡ് കൊണ്ട് മുറിച്ചു, ശീല കൊണ്ട് കെട്ടി പുറത്ത് ചാടി എന്ന് പറയുന്ന സമയത്ത് എവിടെ കുഴപ്പം എന്നറിയാം. സിസ്റ്റത്തിനാണ് കുഴപ്പം, സംവിധാനത്തിനാണ് കുഴപ്പം, അല്ലാതെ ഗോവിന്ദചാമിക്കല്ല. അതിന് അവസരം ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിലെ പ്രശ്നം എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സൗദി അറേബ്യയിലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തെ ഒരു ജയിലിൽ എന്ന് പറഞ്ഞാൽ ആ ജയിലിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഒരാൾ ചാടുകയാണെങ്കിൽ അടുത്ത സെല്ലിലേക്കാണ് എത്തുക. ആ സെല്ലിൽ നിന്ന് ചാടിയാൽ അടുത്ത സെല്ലിലേക്കാണ് എത്തുക. 3-4 സെല്ല് കഴിഞ്ഞാൽ പിന്നീട് എവിടെ എത്തുന്നു? ജയിലിൻ്റെ ഗ്രൗണ്ടിൽ എത്തുന്നു. ജയിലിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഗേറ്റ് വിശാലമായതാണ്. 24 മണിക്കൂർ പോയി ഈ സൈനികർ തോക്കും പിടിച്ചുണ്ടാവും. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാലിന് വെടിവെക്കും. അങ്ങനത്തെ കുറേ നിയമകാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തരത്തിലും ചെറിയൊരു കേസിന് പോലും ട്രാഫിക് റൂള് ലംഘിച്ചുകൊണ്ട് ഗൾഫ് രാജ്യത്തെ ഒരു ജയിലിൽ ഒരു പ്രതിയെ പിടിച്ചാൽ പോലും നിയമത്തിന്റെ ശിക്ഷ കഴിയാത്ത രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് ആദ്യം തന്നെ കുറ്റവാളികൾക്ക് ആ രാജ്യത്തൊക്കെ ഒരുക്കിയത്. നമ്മുടെ ഇവിടെ സിസ്റ്റത്തിനാണ് പരാജയം. ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ ജയിലിൽ പരമാവധി ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഈ ജില്ലാ ജയിലിന് നേരെ ഓപ്പോസിറ്റ് ഒരു 10 നില ബിൽഡിംഗ് ഉണ്ട്, 8 നില 10 നില ബിൽഡിംഗ് ഉണ്ട്. 2-3 മീറ്റിങ്ങിൽ ഞാൻ വ്യത്യസ്ത കാലത്തൊക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇതിൻ്റെ മേലെ കയറിയാൽ ജയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് മേലെ കയറി എന്തിനാ ജയിൽ കാണാൻ? ജയിൽ കാണാൻ താഴത്ത് തന്നെ കാണാൻ പറ്റും. അതല്ല, ജയിലിൻ്റെ അകത്തുള്ള പ്രതികളെ കാണണമെങ്കിൽ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേലെ കയറി താഴോട്ട് നോക്കിയാൽ മതി. അത് നമുക്കൊരു പുതിയ അറിവാണ്. അങ്ങനെ എൻ്റെ കൂട്ടവൻ അതിന് മേലെ കയറി മേലെ പോയി മേലെ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് ഈ കോഴിക്കോട് ജില്ലാ ജയിലിലെ പ്രതികളായിരിക്കുന്ന ആളുകൾ അവരുടെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നതും പോകുന്നതും വരുന്നതും ജയിൽ യൂണിഫോം ഇട്ട് നടക്കുന്നത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ മേലെ വെച്ച് കാണാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോട്ടോ പോലെ എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഈ സംവിധാനമൊക്കെ. അപ്പോൾ ജയിലിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രതികൾ ജയിലിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി നടക്കുന്ന കാര്യം പുറത്തുള്ള മറ്റൊരാളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ് നമ്മുടെ ജയിലിൻ്റെ മുറ്റത്തൊക്കെ ഉള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു മതിലിൻ്റെ വേലിക്കെട്ടാണല്ലോ, ആ മതിലിൻ്റെ വേലിക്കെട്ടെന്ന് ആളുകൾ ചാടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് അത് നിസ്സാരമാണ്. അപ്പോൾ ഇവിടെ 4 ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് വായിച്ചത്. യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യത്തിൽ സംവിധാനങ്ങളാണ് മാറ്റേണ്ടത്. സുരക്ഷാ സംവിധാന കാര്യത്തിനാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അവിടെ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത്. അല്ല ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ജയിൽ ശിക്ഷയായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ എവിടാ പോരായ്മ നമ്മുടെ സിസ്റ്റത്തിനാണ്, അല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നുമല്ല. ഈ കേസിൽ ആളൂർ എന്ന് പറയുന്ന വക്കീൽ ഇപ്പം ഇല്ലാത്തത് ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഗോവിന്ദചാമിക്ക് പ്രയാസം ഉണ്ടാക്കിയ കാര്യമായിരിക്കും. കേസിൽ ഈ സുപ്രീം കോടതിയിൽ അയാൾ ഇടപെട്ടതിന് ശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയിട്ട് പിന്നീട് അത് ജീവപര്യന്തോ മറ്റോ ശിക്ഷ ഇളവ് നൽകിയത്. ആളൂർ ബിജു ആന്റണി ആളൂർ എന്ന് പറയുന്ന ആള് ശിക്ഷ കുറക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കഠിന ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഫലം കണ്ടു. ആ ഫലം കണ്ടതിന് ശേഷം ശിക്ഷയിൽ ഇളവ് നൽകി. അത് വലിയ രീതിയിൽ ചർച്ചയായി. പ്രാദേശിക വാർത്ത അല്ല, ദേശീയ വാർത്താ മാധ്യമത്തിൽ പോലും ആളൂരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം ഏപ്രിൽ 30 2025 ഏപ്രിൽ 30 എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ വെച്ച് ആളൂർ എന്ന് പറയുന്ന ബിജു ആന്റണി ആളൂർ അദ്ദേഹം മരണപ്പെടുന്നു. അതോടുകൂടി പിന്നെ ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആരും ഇല്ലാത്തൊരു സ്ഥിതി ഒരു പക്ഷേ ഉണ്ടാവാം. ഈ ആളൂരിനൊക്കെ നിർത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള പണമാണ്. ഈ പണം ആരാ നൽകിയതെന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചയൊക്കെ നടന്നിരുന്നു. എന്താണ് ഈ ഗോവിന്ദചാമിയുടെ പേരിലുള്ള കേസ് നോക്കാം. 2011 ഫെബ്രുവരി 1 ഷൊർണൂരിൽ വെച്ച് പാസഞ്ചർ ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന കുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. ആ കേസ് ഈ പ്രതിയെ പിടികൂടുന്നു. 2012 തൃശ്ശൂരിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷ വിധിക്കുന്നു.
വധശിക്ഷ വിധിച്ച ആ വിധി 2014 2015 കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതി എത്തുന്ന സമയത്ത് അവർ ശരിവെക്കുന്നു. ഹൈക്കോടതി ശരിവെച്ചു, പിന്നെ സുപ്രീം കോടതി ശരിവെച്ചു. എന്നാൽ സുപ്രീം കോടതിയിൽ പിന്നെ വധശിക്ഷ റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്യാനുള്ള കാരണം പറയുന്നത് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൃത്യമായ രീതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന രീതിയിലാണ് കേസിന്റെ റൂട്ടുകളൊക്കെ പോയത്. അങ്ങനെ അത് റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഠിനമായിരിക്കുന്ന ശിക്ഷ നിലനിൽക്കുകയാണ്. ആ ശിക്ഷയാണ് കണ്ണൂർ ജയിലിൽ വെച്ച് കയറ്റി ഈ പറയപ്പെട്ട പ്രതി നടത്തി ഗോവിന്ദചാമി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അയാൾ തിരിച്ചു വന്നു. ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ജയിൽ ചാട്ടമാണ് എന്നുള്ള കൃത്യ രീതിയിൽ അറിയാൻ വേണ്ടി പറ്റും. ചാടാൻ സാധിക്കും എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ അയാൾ ചാടാൻ സാധിക്കുമോ എന്നൊരു പരീക്ഷ മാത്രമാണ് നടത്തിയത്. അതുകൊണ്ടാണ് മറ്റൊരു ഐഡിയ കാര്യങ്ങളൊന്നും പിന്നീട് എന്ന് ചെയ്യാൻ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം വന്ന് ഒരു കറുത്ത പാൻറ് ഒരു ഷർട്ടാണ് ഇട്ടതെന്ന് തോന്നുന്നുണ്ട്, ഒരു ടീഷർട്ട് എന്നൊക്കെ ഏലോ പറയുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ തലയിൽ കൈ വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം ഈ കൈപ്പത്തി ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരു ഐഡിയ പ്രകാരം ചെയ്ത പ്രവൃത്തിയൊന്നുമല്ല. ഒരു ശ്രമം നടത്തി, ആ ശ്രമം വിജയിച്ചു. എന്നാലോ രക്ഷപ്പെടാൻ വേറെ പോംവഴികളൊന്നുമില്ല. അങ്ങനെ ഒരു സാധാരണക്കാരെ പോലെ ഓടി ഒളിക്കുന്നത് ഇവിടെ കാട്ടിനുള്ളിലാണ്. പിന്നീട് അതിനോടനുബന്ധിച്ച് ഒരു കിണറുണ്ടായിരുന്നു, കിണറിൽ ഇറങ്ങി നിൽക്കുന്നു. വളരെ എളുപ്പത്തിൽ ഈ നായകളുണ്ട് എന്ന് പറയുന്നുണ്ട്, മണപ്പിച്ച് വന്നു. പോലീസ് അതിന്റെ പിറകിൽ വന്നു. ആളുകൾ ആ വിവരം 2-3 ആൾക്കാർ അതേക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ കൊടുത്തു പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്തായി യഥാർത്ഥത്തിൽ തറവാട്ടിൽ നിന്ന് പോകാൻ പ്രയാസമായതുകൊണ്ട്, കേരളവും കണ്ണൂരും വിട്ടു പോകാൻ വേണ്ടി ഗോവിന്ദചാമിക്ക് പ്രയാസമുള്ളത് കൊണ്ട് കക്ഷി വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇനി പുറത്തിറങ്ങുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഈ കേസ് മാത്രമല്ലല്ലോ, എനിക്ക് ജയിൽ ചാട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ കഠിനമായിരിക്കുന്ന ശിക്ഷയും കഠിനമായിരിക്കുന്ന വിചാരണയും നടക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന്റെ കാരണത്തെക്കുറിച്ചൊക്കെ സോഴ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും അവസരം ഉണ്ടോ അതില്ലാതാക്കിയെന്ന് പറഞ്ഞാൽ കാലാകാലം ഇനി കേരളവുമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ഒരു അവസരം കക്ഷി തന്നെ ഉണ്ടാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്.